ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയാലോ? അതിനായി ഇവിടെ മൈദയും നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിൽ ആവശ്യമായിട്ടുള്ള മൈദ ഇടാം. ബേക്കിംഗ് സോഡ ഇടണം എന്നുള്ളവർക്ക് ഈ സമയത്ത് മൈദയുടെ കൂടെ കുറച്ച് അതും ഇടാം. പക്ഷെ ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല. പിന്നീട് കുറച്ച് അരിപ്പൊടി വേണം, ഇത് പഴംപൊരി ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഏലക്കായ് പൊടിച്ചതും ചെയ്തിട്ടില്ല. പിന്നീട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് അതിടാം. അതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര. ഓരോരുത്തരുടെ മധുരം എത്ര വേണമെന്നുണ്ടോ അതിനനുസരിച്ച് ഉപ്പും പഞ്ചസാരയും ഇട്ടു. അതുപോലെ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി. കടയിലെ കളറിന് വേണ്ടി കളർപ്പൊടിയാണ് ചേർത്തുക. നമ്മളെ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് മഞ്ഞൾപ്പൊടി എടുത്തത്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവ് ബാറ്റർ തയ്യാറാക്കാം. ഏകദേശം ഇതുപോലെ ആക്കാം. ഇതിൽ കുറച്ചുകൂടി തരിയുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് തരി കളയാം. നന്നായി ഇളക്കി തരി കളഞ്ഞെടുക്കാം. അതിനുശേഷം അപ്പോൾ പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം നമുക്ക് മുറിച്ച് പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ മുറിച്ച് തയ്യാറാക്കാം. ആദ്യം ഞാൻ തൊലിയൊക്കെ കളഞ്ഞു. 2 നേന്ത്രപ്പഴം എടുക്കുന്നുള്ളൂ. ഞാൻ 4 പേർക്കുള്ള രീതിക്കുള്ള പഴമേ എടുക്കുന്നുള്ളൂ. വലിയ പഴമായതുകൊണ്ട് തന്നെ ഞാൻ 2ആക്കി മുറിച്ച് പിന്നീട് അതിനെ വീണ്ടും 4ആക്കി മുറിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചീനച്ചട്ടിയിൽ കൊള്ളണമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് മാവിൽ മുക്കിയിട്ടിടുമ്പോൾ എണ്ണയിൽ മുങ്ങിയിരിക്കുകയും ചെയ്യും. ഒരുപാട് എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി മുറിച്ചത്. നിങ്ങൾക്ക് ഒന്ന് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് മുറിച്ച് വെച്ച പഴമെടുത്ത് മിക്സ് ചെയ്ത് വെച്ച മാവിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇടാം. ഞാൻ ഒരു ട്രിപ്പിൽ തന്നെ 3 എണ്ണം ഇടുന്നുണ്ട്. 3 എണ്ണം ഏകദേശം കൊള്ളും. അപ്പോൾ ഞാനൊരു 3 എണ്ണം അതിൽ ഇടുന്നുണ്ട്. പിന്നെ ഇട്ട് കഴിഞ്ഞ് ഒരുവിധം തിളച്ച് വേവാകുമ്പോൾ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കിത് അതുപോലെ കോരിയെടുക്കാം. കളർ കണ്ടോ, യെല്ലോ കളർ ഓട്ടോമാറ്റിക്കലി വരും, കളർ പൊടിയൊന്നും ഇല്ലെങ്കിലും. അങ്ങനെ നമുക്ക് ഈസിയായി പഴംപൊരി തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കുക. ഈവനിങ് സ്നാക്സിൽ ഏറ്റവും ഈസി പഴംപൊരിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ബൈ.